പല വീഡിയോകളിലും പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറച്ച് ലഞ്ച് റെസിപ്പീസ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ലഞ്ച് റെസിപ്പീസ് ആണ്. 2 ലഞ്ച് റെസിപ്പീസ് ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടിലും മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് മുരിങ്ങയിലയാണ്. ആദ്യത്തേത് മിക്സഡ് വെജിറ്റബിൾ ലഞ്ചാണ്. രണ്ടാമത്തേത് മുരിങ്ങയില കൊണ്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ്. എന്തായാലും രണ്ടിലും മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങയിലയാണ്. കുട്ടികൾക്ക് ഇലക്കറികൾ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ. ഇലക്കറികൾ കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അതിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, കാൽസ്യം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകമായിട്ടും തന്നെ മുരിങ്ങയിലയ്ക്ക് 300-ലധികം രോഗങ്ങൾ പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്നാണ് പറയുന്നത്. കുട്ടികൾക്കത് കൊടുത്താൽ വളരെ നല്ലതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മുരിങ്ങയിലേക്ക് കൊടുത്തു തുടങ്ങുന്നത് കുട്ടികളുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കാനും കുട്ടികൾക്ക് ആരോഗ്യമുണ്ടാവാനും കണ്ണിന് കാഴ്ചശക്തി കൂട്ടാനും ഓർമ്മശക്തി കൂട്ടാനും അങ്ങനെ അതിന് എണ്ണിയാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ എവിടെ മുരിങ്ങയില കണ്ടാലും അത് അപ്പം തന്നെ പറിച്ച് കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തോളൂ. കുറച്ച് മതിയാവും, വളരെ കുറച്ച് 2-3 തണ്ട് മതിയാവും കുട്ടിക്ക് ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ എല്ലാവരും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡായിരിക്കും ഇത്. എൻ്റെ ഭാവിക്ക് ഈ 2 റെസിപ്പീസും അവൻ്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ റെസിപ്പി മിക്സഡ് വെജിറ്റബിൾ റെസിപ്പിയാണ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് മുരിങ്ങയിലയാണ്. നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ ചീര നമുക്ക് ചുമന്ന ചീരയോ പച്ച ചീരയോ അങ്ങനെ ഉള്ളതിനനുസരിച്ച് എടുക്കാം. പിന്നെ മുരിങ്ങയില. ഇത്രയുമാണ് നമുക്ക് ഈ ലഞ്ച് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇത് എല്ലാം നന്നായി കഴുകി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. മുരിങ്ങയിലയാണെങ്കിൽ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇല മാത്രമാക്കുക. ചെറിയ തണ്ടിരുന്നാലും പ്രശ്നമില്ല. ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുന്നതാണ് വേവാനായിട്ട് എളുപ്പം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വെള്ളത്തിലിട്ട് അടച്ചു വെച്ച് വേവിച്ചോ അല്ലെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചോ എടുക്കാം. ഞാൻ വാവയുടെ എല്ലാ ഫുഡും കുക്കറിലിട്ട് വേവിച്ചാണ് എടുക്കാറുള്ളത്. കുട്ടിക്ക് ആവശ്യത്തിനുള്ള ചോറ് കുക്കറിലെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം മതിയാവും. വെള്ളം അധികമായാലും കൊള്ളില്ല. എന്നിട്ട് നന്നായി അടച്ച് വേവിക്കാൻ വെക്കുക. ഒരു 4 മുതൽ 5 വരെ വിസിൽ മതിയാവും നന്നായി വേവാൻ. പച്ചക്കറിയൊക്കെ എപ്പോഴും നന്നായി വേവുന്നതാണ് കുട്ടിക്ക് ഏറ്റവും നല്ലത്. ചോറും കുറച്ചുകൂടി നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് മാഷ് ആൻഡ് ബൗളാണ്. ഞാൻ ഇതിലാണ് വാവയ്ക്ക് ഫുഡൊക്കെ മാഷ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാവുന്നതാണ്. ഒരു 8 മാസത്തിന് മുമ്പുള്ള കുട്ടികൾക്ക് മിക്സിയിൽ അടിച്ചെടുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് മാഷ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നല്ലോണം ചെക്ക് ചെയ്യണം. ഇലകൾ എന്താണെങ്കിലും വെന്തിട്ടുണ്ടാകും. എന്നിട്ട് അത് നമുക്ക് ബൗളിലേക്ക് മാറ്റി നന്നായി മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സഡ് വെജിറ്റബിൾ റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ, ക്യാരറ്റ് ഇവയൊക്കെ കുട്ടിക്ക് വെയിറ്റ് കൂടാൻ വളരെ നല്ല ഫുഡാണ്. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് എന്താണേലും കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതിൽ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട. 1 വയസ്സിൽ താഴെയാണെങ്കിൽ. 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കുട്ടിയുടെ ലഞ്ചിൽ ഇത് ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും. വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഒരു മുരിങ്ങയില കറിയാണ്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുരിങ്ങയില ഒരു 2-3 തണ്ട് മതിയാകും. തേങ്ങ, ഒരു ചെറിയ ഉള്ളി, നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി. ചെറിയ കുട്ടികൾക്കാവുമ്പോൾ മുളക് പൊടിയുടെ ആവശ്യമില്ല. എരിവില്ലാതെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടിക്കൊരു ചെറിയ എരിവുണ്ടാകും. അത് കുട്ടികൾക്ക് നല്ലതുമാണ്. നമുക്ക് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണേലും ഉണ്ടാക്കി കൊടുക്കാം. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാവുമ്പോൾ മുളക് പൊടി ചേർക്കണ്ട. അതിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ചെറിയ രീതിയിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. കുറച്ച് വെള്ളവും കൂടി ചേർക്കണം.
ഇപ്പോൾ നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് മുരിങ്ങയില കറി ഉണ്ടാക്കാൻ വേണ്ടത്. വളരെ എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാൻ. ഒരു ചെറിയ ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ട് വറുത്തെടുക്കുക. അതിലേക്ക് മുരിങ്ങയില ഇട്ട് നന്നായി വഴറ്റുക. മുരിങ്ങയില കുറച്ച് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് നന്നായി ഇളക്കാം. ഇത് തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട. തിളയ്ക്കുന്നതിന് മുമ്പേ വാങ്ങണം. തിളച്ചു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ചേർക്കുക. 1 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിലാണ് കേട്ടോ ഉപ്പ് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കറി റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയില കറി. ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചോറെടുത്ത് അതിലേക്ക് ഈ കറി ഒഴിച്ച് മിക്സിയിലോ അല്ലെങ്കിൽ മാഷൻ ബൗളിലോ നന്നായി മാഷ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ മുരിങ്ങയിലക്കറി. മുരിങ്ങയിലയിൽ ധാരാളം ഗുണങ്ങളുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ മഞ്ഞളും കുട്ടിക്ക് വളരെ നല്ലതാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ മുരിങ്ങയില കൊണ്ടുള്ള 2 ലഞ്ച് റെസിപ്പീസ് നിങ്ങൾ കണ്ടല്ലോ. രണ്ടിനും നല്ല ടേസ്റ്റാണ്. ഞാൻ എന്തായാലും കുട്ടിക്ക് ഏത് ഫുഡ് കൊടുത്താലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് കൊടുക്കാറ്. കാരണം അതിൻ്റെ ടേസ്റ്റ് കുട്ടിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നമുക്ക് അറിയണമല്ലോ. ചീത്ത ടേസ്റ്റ് ആണെങ്കിൽ കൊടുക്കുകയും ചെയ്യണ്ട. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും എനിക്കത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ടിനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, അതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. വെയിറ്റ് കൂടാനും ആദ്യത്തെ ലഞ്ച് റെസിപ്പി വളരെ നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. ടേക്ക് കെയർ.